അതെ, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഏറ്റവും ശാന്തവും സുന്ദരവുമായ ആസാമിലെ ഒരു ഗ്രാമത്തിലേക്കാണ്. അതിനു മുമ്പ് ഒരു നന്ദി പറച്ചിലായാലോ? എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും 1000 നന്ദി. ഇനി നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ? ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലെ മുൻവശത്തുള്ള ഒരു നെൽപ്പാടമാണ്. എൻ്റെ ഒട്ടുമിക്ക സായാഹ്നങ്ങളും ഞാൻ ഇവിടെയാണ് ചിലവഴിക്കാറുള്ളത്. ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. പ്രകൃതി ഏറ്റവും സുന്ദരിയായിരിക്കുന്നത് സായാഹ്നങ്ങളിലാണെന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? കള്ളവും ചതിയും ഒന്നുമില്ലാത്ത കുറേ നിഷ്കളങ്കരായ മനുഷ്യരെ പരിചയപ്പെടാൻ കഴിഞ്ഞു തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗ്യം. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതമാർഗം കൃഷിയും കന്നുകാലി വളർത്തലുമൊക്കെയാണ് കേട്ടോ. ആരോടും ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ലാത്ത കുറേ നിഷ്കളങ്കരായ മനുഷ്യർ. പിന്നെ സ്ത്രീകളെ ഇത്രയും നന്നായി ബഹുമാനിക്കുന്നൊരിടം, അത് നമുക്ക് നോർത്ത് ഈസ്റ്റ് തന്നെയാണെന്ന് പറയാം. ഇവിടെ വന്നിരിക്കുമ്പം സമയം പോകുന്നത് അറിയുക പോലുമില്ല. നേരം വൈകി കാലികളെയൊക്കെ തിരികെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണിത്. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഇവര് വസ്ത്രം ധരിക്കുന്നത്. ഇത് ബോഡോ വിഭാഗക്കാരാണ്. ഇവരുടെ ഭാഷ ബോഡോയാണ്. അത് ഹിന്ദിയുമായും ആസാമിയുമായി യാതൊരുവിധ ബന്ധവും ഇല്ല കേട്ടോ. ഈ സായാഹ്നങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഈ അപ്പൂപ്പൻ നമ്മുടെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കേട്ടോ. നമ്മളോടൊപ്പം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഭാഷ, അതറിയില്ലെങ്കിലും ഒരു ചിരിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒതുക്കാമല്ലോ. അങ്ങനെയാണ് ഈ അപ്പൂപ്പനുമായിട്ടുള്ള സംഭാഷണം. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഭൂട്ടാനിലേക്ക്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ഭൂട്ടാനിലെ മലനിരകൾ കാണാം. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഭൂട്ടാനിലെ മലനിരകളെ പറ്റി. അങ്ങ് സൂക്ഷിച്ചു നോക്കിക്കേ, ആ കാണുന്നതൊക്കെ ഭൂട്ടാനിലെ മലനിരകളാണ്. സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.